നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നിലവിലെ ജേതാക്കളായ അർജന്റീൻ ടീം ഉള്ളത്. അതിനു മുന്നേ 2 സൗഹൃദ മത്സരങ്ങൾ അവർ കളിക്കുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ ഇക്വഡോറാണ് അവരുടെ എതിരാളികൾ. വരുന്ന തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 4 മണിക്ക് ഷിക്കാഗോയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സൗഹൃദ മത്സരം നടക്കുക. അമേരിക്കയിലെ മയാമിയിൽ വെച്ചുകൊണ്ടാണ് അർജന്റീന ഇപ്പോൾ തങ്ങളുടെ ട്രെയിനിങ് സെഷനുകൾ നടത്തുന്നത്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ 2 താരങ്ങൾ പങ്കെടുത്തിട്ടില്ല. ജർമ്മൻ പെസല്ല, ഗൈഡോ റോഡ്രിഗസ് എന്നിവരുടെ അഭാവമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പെസല്ല പരിക്കിന്റെ പിടിയിലാണ്, ഗൈഡോക്ക് പനിയുമാണ്. അർജന്റീനയുടെ അടുത്ത ട്രെയിനിങ് സെഷൻ ഇനി നാളെയാണ് നടക്കുക. പിന്നീട് ഷിക്കാഗോയിലേക്ക് അർജന്റീന ടീം യാത്ര തിരിക്കും. 8-ാം തീയതി രാത്രി ഷിക്കാഗോയിൽ വെച്ച് സ്കലോണി പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം അമേരിക്കയിൽ 9-ാം തീയതി ഇക്വഡോറിനെതിരെയുള്ള സൗഹൃദ മത്സരമാണ് അരങ്ങേറുക. പിന്നീട് 10-ാം തീയതി അർജന്റീന മയാമിയിൽ തന്നെ തിരിച്ചെത്തും. അന്നേ ദിവസം താരങ്ങൾക്ക് വിശ്രമം നൽകുകയും ചെയ്യും. പിന്നീട് 11-ാം തീയതി അർജന്റീന പുതിയ ട്രെയിനിങ് സെഷൻ നടത്തും. 12-ാം തീയതിയും ട്രെയിനിങ് ഉണ്ടാകും. 14-ാം തീയതിയാണ് ഗോട്ടിമാലക്കെതിരെയുള്ള ഒരു സൗഹൃദ മത്സരം വരുന്നത്. അതിനുശേഷം ജൂൺ 21-ാം തീയതിയാണ് അർജന്റീന കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരം കളിക്കുക. എതിരാളികളായിക്കൊണ്ട് കാനഡയാണ് വരുന്നത്. ഈ 2 സൗഹൃദ മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്ക്വാഡിൽ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിക്ക് ഒരു വെട്ടിച്ചുരുക്കൽ നടത്തേണ്ടി വരും. 26 താരങ്ങളെയാണ് കോപ്പ അമേരിക്കയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയുക. നിലവിൽ 29 താരങ്ങൾ അർജന്റീന ടീമിനോടൊപ്പം ഉണ്ട്. അതായത് 3 താരങ്ങൾക്ക് ഈ ഒരു സ്ക്വാഡിൽ നിന്നും സ്ഥാനം നഷ്ടമാകും എന്നുള്ളതാണ്. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ള താരങ്ങൾക്ക് ടീമിൽ നിന്നും പുറത്ത് പോകേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.